അങ്ങനെ നമ്മുടെ കോളേജിലെ മാനേജർ രോഹിതിനെ തിരിച്ചെടുക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ അലീനയ്ക്കാണെങ്കിൽ വല്ലാത്ത സന്തോഷമാവുന്നുണ്ട്. അവൾക്ക് താങ്ങാൻ പറ്റണില്ല സന്തോഷം കൊണ്ട്. എന്തായാലും അവൾ ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ വൈജ വീട് വിട്ട് ഇറങ്ങാൻ പോവാണ്. ആ സമയത്ത് നമ്മുടെ ബബിത പറയുന്നുണ്ട്, അമ്മ ഇവിടുന്ന് പോയാൽ എങ്ങനെയാണ് ശരിയാവുക? ആ സമയത്ത് നമ്മുടെ വൈജ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഒരു അധികപ്പറ്റാണ്. അവൾ ഈ കുടുംബത്തിൽ കാലെടുത്ത് വെച്ചേ മുതലേ ഈ മനസമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എല്ലാ മനസമാധാനവും പോയി കിട്ടി. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബബിത പറയേണ്ട, അമ്മ ഇവിടുന്ന് പോരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അപേക്ഷിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വൈജ പിന്നെയും പറയേണ്ട, എനിക്ക് ഒരു വാക്കേ ഉള്ളൂ, എനിക്ക് ഒരു ഡിമാൻഡേ ഉള്ളൂ, അവൾ ഈ വേലക്കാരിയായിട്ട് ഈ വീട്ടിൽ ഇനി മുന്നോട്ട് പോരുത്. ഒന്നില്ലെങ്കിൽ ഞാൻ, ഒന്നില്ലെങ്കിൽ അവൾ, എന്താ വേണ്ടെന്ന് ബാലചന്ദ്രൻ തീരുമാനിക്കട്ടെ. ഞാനിപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് ബബിതന് ഒറ്റ ഉന്ത് കൊടുത്തിട്ട് ബബിത പോയി വീഴാൻ പോകുന്നുണ്ട്. അവൾ എന്തായാലും കാറിൽ കയറി പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അവൾ നേരെ ചെല്ലുന്നത് നമ്മുടെ ശിവേട്ടൻ്റെ അടുത്തേക്കാണ്. ശിവേട്ടൻ പറയുന്നുണ്ട്, നീ ഇപ്പോൾ എന്തിനാ ഇത്രയും ധൃതി പിടിച്ച് പിടിക്കുക ഇറങ്ങി വന്നത്? നിനക്ക് വല്ല ആവശ്യമുണ്ടോ? നിനക്ക് കുറച്ചും കൂടിയൊക്കെ ക്ഷമിച്ചുകൂടെ വൈജയെന്ന് പറയുന്നത്. ആ സമയത്ത് അവൾ പറയുന്നുണ്ട്, എനിക്കിത് ഒറ്റ തീരുമാനമില്ല, അവൾ ആ വീട് വിട്ട് പോവാതെ ഞാൻ ഇനി ആ വീട്ടിലേക്ക് ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശിവൻ പറയുന്നുണ്ട്, നിനക്ക് എപ്പോഴും നിൻ്റെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിനക്ക് നിൻ്റെ കൂടപ്പറപ്പ് എന്തായാലും വേണ്ടില്ല, നിൻ്റെ ഭർത്താവിനും നിൻ്റെ മക്കൾക്കും എന്ത് പറ്റിയാലും നിനക്ക് കുഴപ്പമില്ല, പക്ഷെ നിനക്ക് മാത്രം ഒന്നും പറ്റരുത്, നിനക്ക് നിൻ്റെ കാര്യം മാത്രമല്ല, നിനക്കൊരു സ്വാർത്ഥ സ്വഭാവമാണ് വൈജ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും വൈജ പറയുന്നത്, ഏട്ടൻ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയാതെ ഞാൻ പോവില്ല എന്ന് ഒറ്റ വാശിയിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ അലീന കോളേജ് വിട്ടിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബബിത പറയുന്നുണ്ട്, ഇങ്ങനെ അമ്മ ഇറങ്ങിപ്പോയ വിവരമൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അലീനയ്ക്കാണെങ്കിൽ വല്ലാതെ വിഷമമുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.